വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ഹെയർ കെയർ ആണ്. അപ്പോൾ ഹെയർ കെയറിൽ ആദ്യം വേണ്ടതായി കണ്ണ് ചെമ്പരത്തി പൂവാണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തോനെ ചെമ്പരത്തി പൂ കൂട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ വേണ്ടതായി ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ്. അലോവേര നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് സമയം, ഒരുപാട് ടൈമൊന്നും വേണ്ട, കുറച്ച് നേരം ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകും. നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഡേറ്റ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം വെള്ളത്തിൻ്റെ കളറൊക്കെ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അലോവേര എത്രയാണോ നിങ്ങളെ ഹെയറിൻ്റെ ഇതനുസരിച്ച് എടുക്കുക. ഞാൻ ഏകദേശം ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വൈറ്റ് മാത്രം എടുത്തിട്ട് ഗ്രീൻ ഇല്ലാതെ, തൊലി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് മാത്രമായിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാക്കണ ഏകദേശം ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചെമ്പരത്തിപ്പൂ അതിലേക്കിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ കെയർ ആയിട്ട് എടുക്കുക, ഫേസ് പാക്ക് ആയിട്ട് എടുക്കുക. ഞാൻ ഇത് രണ്ടിനും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തണം നോക്കി നോക്കാം. അപ്പോൾ ഇത് ചെമ്പരത്തിപ്പൂ കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടവർക്ക് മുട്ടയുടെ വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക, തൈര് വേണ്ടവർക്ക് തൈര് ഒഴിക്കുക, ഒന്നും പ്രശ്നമില്ല, കേസുമല്ല. അപ്പോൾ ഇങ്ങനെയായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് കുറച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം. കാരണം ചെമ്പരത്തിപ്പൂവും ഈ അലോവേരയൊക്കെ ഫേസിന് നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് ഹെയർ കെയറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ എടുത്ത് ഇതിലേക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ആവശ്യമുള്ള ഇത്തിരി ഒരു സ്പൂണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്ക്രബിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും, അത്യാവശ്യം കട്ടിയിൽ വരും. ഇനി വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കണമെങ്കിൽ പാൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ഈ മിക്സിയിൽ തന്നെ ഉണ്ടായിരുന്നതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചേക്കാണ്. അപ്പോൾ ഇങ്ങനെ ആയിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഞാൻ 2 ടൈപ്പ് ഓയിലുകളാണ് തലയിൽ തേക്കാറുള്ളത്. ഒന്ന് ഈ കരിഞ്ചീരകം, ഉലുവയും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ, ഞാൻ എണ്ണ കാച്ചി വെക്കാറില്ല. അപ്പം നമ്മൾ ആട്ടി വെളിച്ചെണ്ണയിലേക്ക് ഇതൊക്കെ ഇട്ട് കുറേ ചില്ലിൻ്റെ കുപ്പിയിലായിട്ട് ഇട്ട് വെക്കാറില്ലെങ്കിൽ കേടുവന്ന് പോവും. ഇതുപോലെ ഇട്ട് വെക്കും. എന്നിട്ട് അത് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ പരാറാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. 2 ടൈപ്പ് ഓയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. മറ്റേതിപ്പോൾ അത്യാവശ്യം കഴിയാറായി. ഇനി ഇത് കഴിയുമ്പം അത് ഉപയോഗിക്കും. ഇത് രണ്ടുമാണ് ഞാൻ ഹെയറിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഭയങ്കര ചേഞ്ചസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ എണ്ണയൊക്കെ കാച്ചി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇതിലുള്ളത്. തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. കരിഞ്ചീരകം ഉണ്ട്, ഉലുവ ഉണ്ട്, പിന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്, എൻ്റെ പേര് കിട്ടണില്ല. ഇതൊക്കെ പാടെ ഇട്ടിട്ടാണ് ഞാൻ എണ്ണ കാച്ചണത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ളത്, ഞാൻ ഒരുപാട് ഓയിലൊന്നും തലയിൽ തേക്കാറില്ല. ഇത്ര എടുത്തിട്ട് ആദ്യം ഈ കാണുന്ന എൻ്റെ ഹെയറിൽ അത്യാവശ്യം എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ഹെയർ പാക്ക് ഇടുന്നത്. കറക്റ്റായിട്ട് വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ ഹെയർ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹെയർ ലോസ് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഈ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇത്ര ഹെയറൊന്നും ഉണ്ടായില്ല. ഞാനിതിന് മുന്നൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2-3 മാസമായിട്ടാണ് എൻ്റെ ഹെയർ ഇത്രയൊക്കെ നീളം വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഹെയർ കെയർ ചെയ്യണത് കാരണമാണ് ഇത്രയും നീളത്തിൽ എൻ്റെ ഹെയർ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ മാസ്ക് ഇടുക. ഈ ഒരു ഷാമ്പു ആണ് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നത്. താരൻ്റെ പ്രശ്നമുള്ളവർ ഈ ഒരു ഷാമ്പു എന്തായാലും ഉപയോഗിക്കണം. ഈ ഒരു ഷാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ലോസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഹെയറാണത്. അപ്പോൾ ഓക്കെ, ബൈ.